ക്കെതിരെ ജനലാഹരി ജനകീയ മനുഷ്യ ശൃംഖല സൃഷ്ടിച്ചു. മനുഷ്യ ശൃംഖലയിൽ ചെറായി ദേവസ്വം നടയിൽ EC ശിവദാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശൃംഖലയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം S. ശർമ്മ MLA ഉദ്ഘാടനം ചെയ്തു. EC ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ EK ജയൻ സ്വാഗതവും CPIM പറവൂർ ഏരിയ സെക്രട്ടറി TV നിതിൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം AL ആദർശ്, DYFI ജില്ലാ കമ്മിറ്റി അംഗം ശ്രേഷ്ഠ എന്നിവർ അഭിവാദ്യം ചെയ്ത് പ്രസംഗിച്ചു. ബോധവൽക്കരണ പരിപാടികളിലൂടെയും സർഗാത്മകമായ കായിക പരിപാടികളിലൂടെയും ജനങ്ങളുടെ മനസ്സിനകത്ത്, ചിന്തയ്ക്കകത്ത് ലഹരി എന്ന അതിവിപത്തായ ഈ സംവിധാനത്തിനെതിരെ ഒരു വികാരം സൃഷ്ടിക്കാൻ, ആവേശം സൃഷ്ടിക്കാൻ, ചിന്ത സൃഷ്ടിക്കാൻ ഞങ്ങളുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് അണിനിരന്ന മനുഷ്യ മഹാശൃംഖല. അതിൽ പങ്കെടുത്ത മുഴുവൻ പൗരാവലിയെയും CPIM-ന്റെ വൈപ്പിനായി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി, ചെറായി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാം ഒരിക്കൽ കൂടി അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിക്കും. ഉദ്ഘാടക ശർമ്മ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ്സ് അസോസിയേഷൻ അടക്കമുള്ള വിവിധ സംഘടനകളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി ലഹരിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച പ്രചരണത്തിൻ്റെ താൽക്കാലികമായ സമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് മനുഷ്യശൃംഖല പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ചെല്ലാം ഇതിനു മുമ്പ് ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ ദിവസവും, ഓരോ നേരവും ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും, ജനങ്ങളെല്ലാവരും ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ വലിയ ഭവിഷ്യത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി തീർക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ഒരു പ്രചോദനമായി ഈ ചങ്ങല മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്ന് ചങ്ങലയിലും ഈ യോഗത്തിലും പങ്കെടുത്ത മുഴുവൻ പേർക്കും, ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന EC ശിവദാസ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രിയും നമ്മുടെ MLA ആയിരുന്ന S. ശർമ്മ, DYFIയുടെ നേതാക്കളായ ആദർശ്, ശ്രേഷ്ഠ, പങ്കെടുത്ത TV നിതിരടക്കമുള്ള ജയനടക്കമുള്ള മുഴുവൻ നേതാക്കന്മാർക്കും, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ യോഗം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും സഹകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സംഭരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനം. ശിവദാസൻ മാഷ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചിട്ടുള്ള ശർമ്മസഖാവ്, വേദിയിലിരിക്കുന്ന DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എല്ലാ ആദർശ്, അതുപോലെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ജയൻ ചേട്ടൻ ഉൾപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മളാകുന്ന സമൂഹം വലിയൊരു പോരാട്ടത്തിലാണ് കുറച്ച് കാലഘട്ടങ്ങളായിട്ട്. കേരളത്തിൽ അതിശക്തമായിട്ട് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച ആളുകളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തെ ആകമാനം ഇല്ലായ്മ ചെയ്യുന്നത് എന്നതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ സമൂഹം മൊത്തമായി ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങി ലഹരിക്കെതിരായി ഇത്തരമൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതങ്ങൾ, നമ്മുടെ നാടിനകത്തുള്ള ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ലഹരി എത്രമാത്രം ആപത്ത് കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അതിനെ ലോകത്തിന്റെ മുന്നിൽ വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് നമ്മൾ കാട്ടിക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ നാടിന്റെ മുക്കിലും മൂലയിലും നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലോളമായിട്ട് വൈപ്പിന്റെ പൊതുപ്രവർത്തനങ്ങളാകമാനം ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറ്റുന്നതിന് വേണ്ടിയും ആ പ്രവർത്തനത്തെ ഓരോ മനുഷ്യന്റെ ഇടയിലേക്കും കൊണ്ടുചെന്നെത്തിച്ചുകൊണ്ട് അവരെയെല്ലാം ലഹരിക്കെതിരായിട്ട് നിലനിർത്താൻ വേണ്ടി നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ലഹരിക്ക് വലിപ്പ ചെറുപ്പമില്ല. കുട്ടികളെന്നോ മുതിർന്നവരോ എന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ലഹരി ഉപയോഗിക്കുന്നതിലാണെങ്കിലും അത് വിൽക്കുന്നവരാണെങ്കിലും നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത ആളുകൾ പോലും ഇതിന്റെയൊക്കെ വാഹകരായിട്ട് നമ്മളെ ചുറ്റും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന
അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ലഹരി മൂത്ത് നമ്മുടെ എല്ലാം തന്നെ ജീവനുകൾ എടുക്കാൻ വേണ്ടി കഴിയുന്ന പാകതയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും നമ്മുടെ നാടിനകത്ത് ഇതിനെതിരെ പ്രതികരിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയേണ്ട ഭാഗത്തായിട്ടാണ് പൊതുപ്രസ്ഥാനം CPM അതിശക്തമായിട്ടുള്ള മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് വൈപ്പിനകത്തേക്ക് ഏറ്റവും മെച്ചപ്പെട്ട ക്യാമ്പയിൻ എന്ന രീതിയിൽ ഇത് ഇറങ്ങി മുന്നോട്ടേക്ക് വരുമ്പോൾ വൈപ്പിലെ മുഴുവൻ ജനങ്ങളെയും, അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ലിംഗമോ ഒന്നും തന്നെ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസം പോലും നോക്കാതെ എല്ലാ മനുഷ്യർക്കും ഈ സമൂഹത്തിനും ഈ ലോകത്തിനും മാതൃകയാക്കാൻ വേണ്ടി കഴിയുന്ന രീതിക്കകത്തേക്കുള്ള ഒരു വലിയ ക്യാമ്പയിനാണ് ഞങ്ങളിതാ മുന്നോട്ടേക്ക് വെക്കുന്നത്. ആ ക്യാമ്പയിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിനകത്തുള്ള ഈ സമൂഹത്തിനകത്തുള്ള മുഴുവൻ ആളുകളും മുന്നോട്ട് വരണമെന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ ഓരോ ഘട്ടത്തിലും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല. നമ്മുടെ ഓരോ വീടിരിക്കുന്ന സ്ഥലത്തും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ മനുഷ്യനെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ലഹരിക്കെതിരായിട്ട് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ജനങ്ങളാകെ ഇറങ്ങിയിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള ജനലാഹരിയുടെ ചെറായി ലോക്കൽ അതിർത്തിയിലുള്ള പൊതുയോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശിവദാസൻ മാസ്റ്റർ, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ മുതിർന്ന നേതാവ് പ്രിയപ്പെട്ട ശർമ്മസഖാവ് ജയൻചേട്ടൻ ഉൾപ്പെടെ ശ്രേഷ്ഠ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഖാക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പുതിയ കാലത്ത് സിന്തറ്റിക് ഡ്രഗിന്റെ വ്യാപകമായ ഉപയോഗത്തിന്റെ ഭാഗമായും രാജ്യത്ത് ഉയർന്നുവരുന്ന പ്രശ്നങ്ങളെ, സംഘർഷങ്ങളെ വളരെ ഗൗരവമായി വൈപ്പിനിലെ പൊതുസമൂഹം എന്നുള്ള നിലയിൽ അതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് മനുഷ്യച്ചങ്ങല തീർത്തിരിക്കുകയാണ്. നാം കേട്ട ഒട്ടനവധിയായിട്ടുള്ള സമീപകാലത്തെ ദുരനുഭവങ്ങളുണ്ട്. തൊട്ടടുത്ത് പറവൂരിൽ ഒരു കുടുംബത്തിലെ 4 പേരെ ആക്രമിച്ച് അതിൽ 3 പേർ കൊല്ലപ്പെട്ട ഒരാൾ മരണാസന്നനായതിനു ശേഷം പ്രതിയായ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ട് ഞാൻ 4 പേരെ തീർത്തിട്ട് വരുന്നു എന്ന് പറയുന്നു. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള അക്രമങ്ങൾ, ന്യൂ ഇയർ വിഷ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തുന്ന സാഹചര്യം, സ്ത്രീകൾ ഇതിന്റെ വിൽപ്പനക്കാരായി വരുന്ന ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ, നിരവധിയായിട്ടുള്ള സംഘർഷങ്ങൾ, ഈ സംഘർഷങ്ങളുടെ ഭാഗമായി മാറുന്നത് തീരെ ചെറിയ കുട്ടികളാകുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യം. സ്കൂളുകൾക്കകത്തും ക്യാമ്പസുകൾക്കകത്തും ഇത്തരം സംവിധാനങ്ങളുടെ അതിപ്രസരമുണ്ടാകുന്ന സാഹചര്യം, നാടൊന്നാകെ ലഹരിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇവിടെ വളരെ ഫലപ്രദമായി നമുക്കാകെ മാതൃകയായിട്ടുള്ള നിലയിൽ വൈപ്പിൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ലഹരിക്കെതിരായി 1 മാസ കാലയളവ് നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ അവസാനമെന്നോണം മനുഷ്യച്ചങ്ങല തീർത്തിരിക്കുകയാണ്. ഇത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം നമുക്കറിയാം. രാജ്യത്ത് ഉയർന്നു വരുന്ന തൊഴിലില്ലായ്മ, അതിശക്തമായിട്ടുള്ള വർഗീയ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് പുതിയ തലമുറയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ട, തൊഴിലില്ലായ്മയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ട, വർഗീയതയ്ക്കെതിരായി നിലപാട് സ്വീകരിക്കേണ്ട പൊതുസമൂഹത്തിന്റെ ഏറ്റവും ചലനാത്മകമായ വിഭാഗം എന്നുള്ള നിലയിൽ യുവാക്കൾ പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ലഹരി മാഫിയയുടെ ഭാഗമായി മാറുന്നു എന്നുള്ള ഏറ്റവും അപകടകരമായ കാര്യത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതിനെ മറികടക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിന്റെ ആകമാനം ശ്രദ്ധ, പൊതുസമൂഹത്തിന്റെ ആകമാനം ജാഗ്രത, ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വൈപ്പിനിലെ പൊതുപ്രസ്ഥാനം ജനലാഹരി എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്.
അതിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളവും ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായും ശർമ്മസഖാവ് നമ്മുടെ നാടിന്റെ മുൻപാകെ വളരെ ഫലപ്രദമായി അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്ന, സ്വൈര്യ ജീവിതത്തെ ഇല്ലാതെയാക്കുന്ന, പുതിയ തലമുറയുടെ ഏറ്റവും മെച്ചപ്പെട്ട സർഗാത്മകമായ ചിന്തകളെ ഇല്ലാതെയാക്കുന്ന ലാസലഹരി മരുന്നിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ക്യാമ്പയിന് തുടർച്ചയിൽ ഈ നാടൊന്നാകെ അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ്. കാരണം ഒരു ജനതയാകമാനം ഇറങ്ങി നിന്നുകൊണ്ട് ലഹരിക്കെതിരായി റോഡിനൊരോരം ചേർന്നുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായി തന്നെ നമ്മൾ കാണുന്നു. ഒരു നാടൊന്നാകെ ഇറങ്ങി നിന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ലഹരിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ്. ആ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനകത്ത് നാടൊന്നാകെ ജാതി മത ഭേദമന്യേനെ, രാഷ്ട്രീയ ഭേദമന്യേനെ ഒന്നായി അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന്, ഈ ക്യാമ്പയിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. ചരിത്രത്തിൽ ഏറ്റവും ആപൽക്കരമായി ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ലഹരി വസ്തുക്കളെ ആയുധമാക്കുന്നു. ഒരു പ്രതിവിപ്ലവ ഗവൺമെന്റിനെ സ്ഥാപിക്കാൻ ലഹരി വസ്തുക്കളെ ആയുധമാക്കുന്നു. എല്ലാ തരത്തിലുമുള്ള പ്രതിവിപ്ലവകരമായ ശക്തികളെ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിൽ അരാജകത്തെ സൃഷ്ടിച്ച് അരാജക പ്രവണതയോടുകൂടി പങ്കുവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അരാജക പ്രവണതകൾക്കെതിരായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടി ഒരു സമൂഹത്തെ നിലയിലേക്ക് നിർത്തുന്നതിന്, ഒരു സമൂഹത്തെ പ്രാപ്തമാക്കി എടുക്കുന്നതിന് പങ്കുവഹിക്കാൻ ജനങ്ങൾ അണിനിരന്നാൽ മാത്രമേ പങ്കുവഹിക്കാൻ കഴിയുകയുള്ളൂ. മഹാനായ മാർക്സ് വളരെ വ്യക്തവും ഖണ്ഡിതവുമായി പറഞ്ഞു, ഭരണകൂടത്തിലോ ജുഡീഷ്യറിക്കോ പരിഹരിക്കാനാവാത്ത ചരിത്രത്തിലെ ഏറ്റവും ആവൽക്കരമായ പ്രതിസന്ധി അതിജീവിക്കാൻ അന്തിമമായ വിധികർത്താക്കൾ ജനങ്ങളായിരിക്കും. അന്തിമമായ വിധികർത്താക്കൾ ജനങ്ങളായിരിക്കും. ഇതാണ് മാർക്സിന്റെ നിരീക്ഷണം. ഭരണകൂടത്തിനോ ജുഡീഷ്യറിക്കോ പരിഹരിക്കാൻ കഴിയാത്തതായ ഏതൊരു സങ്കീർണമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ചരിത്രത്തിന്റെ അന്തിമമായ വിധികർത്താക്കൾ ജനങ്ങളായിരിക്കും. ഇവിടെ നാം ഏറ്റെടുക്കുന്ന ദൗത്യം ചരിത്രത്തിന്റെ അന്തിമമായ വിധികർത്താക്കൾ. ഇവിടെ ഗവൺമെന്റിന്റെ പിന്തുണയുണ്ട്, സഹായമുണ്ട്. അത് പ്രയോജനപ്പെടുത്തി വൈദികർ പങ്കെടുക്കുന്നുണ്ട്, കന്യാസ്ത്രീമാർ പങ്കെടുക്കുന്നുണ്ട്, ഇതര രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, കച്ചവടക്കാർ പങ്കെടുക്കുന്നുണ്ട്, വിവിധ രൂപത്തിൽ പങ്കുവഹിക്കുന്നവരെ പങ്കെടുക്കുന്നുണ്ട്. ഈ സമൂഹത്തിന്റെ പരിച്ഛേദമായി ഓരോ പ്രദേശത്തും അണിനിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് നടത്താൻ കഴിയുന്നത്. ഇതിൽ ജനങ്ങൾ മുമ്പോട്ട് വന്നതിന്റെ അടിസ്ഥാനം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തമായ ഒരു അന്തരീക്ഷം വളർന്നു വന്നിട്ടുണ്ടെന്ന് പ്രകടമായി പ്രതിഫലിപ്പിക്കുന്നതാണ്. ഈ മനുഷ്യ ചങ്ങലയിലൂടെ അണിനിരന്ന ജനങ്ങളുടെ പ്രത്യേകതയും പ്രവർത്തന രീതിയും. ജനങ്ങൾ അണിനിരന്നു എന്നുള്ളത് അണിനിരക്കാൻ കാരണം ജനങ്ങളുടെ വിചാരങ്ങളെ ഒപ്പിയെടുത്ത് ജനവികാരത്തെ അടിസ്ഥാനമാക്കി സമൂഹത്തിൽ വളർന്നു വരുന്ന തിന്മകളെ നിരാകരിക്കാനുള്ള ഒരു ജനതയുടെ ഉത്കടമായ ആഗ്രഹത്തെയും അതന്യമായ അഭിലാഷത്തെയും രൂപപ്പെടുത്തി മുമ്പോട്ട് പോകാൻ ഇനിയും പോരാട്ടം തുടരണം. ആ പോരാട്ടത്തിന്റെ വിജയഗാഥ മുമ്പോട്ട് കൊണ്ടുപോകണം. തുടർച്ചയായി ജനങ്ങൾ അണിനിരത്തണം. അതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർക്കാണ് കൂടുതൽ. ആ ചെറുപ്പക്കാർക്കിടയിലാണ് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ആ വ്യതിയാനങ്ങൾ തടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നതിന്റെ ഭാഗമായി ഈ നമ്മുടെ സമൂഹത്തെ പുതുക്കിപ്പടി ഈ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട ദൗത്യമാണ് ഈ കരയിലെ ജനങ്ങൾ ഏറ്റെടുത്തത്. വൈപ്പിൻകരയിലെ പൗരാവലിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ഉദ്ഘാടന പ്രസംഗവും സംഭരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. സഹോദരി സഹോദരന്മാരെ,
രക്ഷകർത്താക്കളെ, നേതാക്കളെ, സഹാക്കളെ, നാട്ടുകാർ, വൈദികരെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു ദിനമാണ് ഇന്ന്. അതിൻ്റെ പ്രത്യേകത വൈദികരക്കാർക്ക് മാത്രമായിട്ടുള്ളതല്ല. രാജ്യം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെ തുടർന്ന് ഒരസാധാരണമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ആപൽക്കരമായ ഇന്നത്തെ ഘട്ടത്തിൽ മനുഷ്യ സ്നേഹികളാകെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് ലഹരി എന്ന ആപത്തിൽ, ആ വിപത്തിൽ നേരിടുന്നതിൽ ഒരു ജനത പാർട്ടി വ്യത്യാസമില്ലാതെ അണിനിരക്കുകയും പങ്കെടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് നേതൃത്വം കൊടുത്ത ഈ ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായി, കണ്ണികളായി അണിനിരുന്ന ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ജനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് തല കിഴുക്കനാൻ തൂക്കാക്കി നിർത്തുന്നത് സമാന്തര സമ്പദ്ഘടനയുടെ മേധാവിത്വം ഉറപ്പിക്കുന്നത് ആഗോള മൂലധന ശക്തികളും സാമ്രാജ്യത്വ കിങ്കരന്മാരും വൈവിധ്യമാർന്ന രൂപത്തിൽ സമൂഹത്തിന്റെ ദുരവസ്ഥയും പിന്നോക്കാവസ്ഥയും ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു മാർക്കറ്റായി ഇന്ന് ലഹരി മാർക്കറ്റ് ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്തും, ലോകത്തെല്ലാ രാജ്യത്തും ഞാൻ പറയുന്നു. അതിലേറ്റവും പ്രധാനം അമേരിക്ക. ലഹരി ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ്. എന്നാൽ നേതാക്കളോട് പറഞ്ഞതുപോലെ ലഹരി വിൽപ്പനയിൽ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം അമേരിക്കയാണെങ്കിൽ വിൽപ്പനയിൽ ലോകത്തിൽ ഒന്നാമത്തെ മാർക്കറ്റാണ് ഇന്ത്യ. ആ ഇന്ത്യ ഇന്ന് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെടുകയും ആപത്തിന്റെ അന്തരീക്ഷത്തിലൂടെ ഒരു സമൂഹത്തിന്റെ നേർവഴിക്ക് പകരം തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൽ ഊർജ പ്രചോദനമാക്കി ആയുധമാക്കിയാണ് ലഹരി പദാർത്ഥം. ലഹരി വസ്തുക്കൾ അത് സന്നിവേശിക്കുന്നത്
വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും എല്ലാമായിട്ടാണ്. വൈവിധ്യമാർന്ന രൂപത്തിലാണ് പ്രവേശിക്കുന്നത്. ഞാൻ ഈ കരയെ സംബന്ധിച്ചൊരു ഘട്ടത്തിൽ പഠനം നടത്തി ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് പബ്ലിഷ് ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലഹരി, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ആ വസ്തുക്കളെ ആയുധമാക്കി കുഞ്ഞുകുട്ടികൾ ബാലമനസ്സിന്റെ ബോധമണ്ഡലത്തിൽ വളരെ കുഞ്ഞിലെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം എന്നുള്ള നിലക്ക് ലഹരി പദാർത്ഥങ്ങൾ എല്ലാ വിദ്യാലയങ്ങളിലും പഠിക്കണം. നാം അറിയാതെ പെട്ടിക്കടകളിലൂടെ വിതരണം ചെയ്തു. ഒരു വിദ്യാലയത്തിൽ അകത്ത് പ്രവേശിച്ച് കുട്ടികളെ പരിശോധിച്ചു കഴിഞ്ഞപ്പോ 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇതിന്റെ വിൽപ്പനക്ക്, കുട്ടികൾക്ക് വിൽപ്പനക്ക് കമ്മീഷൻ. കുട്ടികൾക്കുള്ളത് 2 ചോക്ലേറ്റ് മിഠായി. 1,15,000 പേർ ഇന്ന് കേരളത്തിൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരായി മാറുകയാണ്. ഇന്ത്യയിലെ മൊത്തം ശരാശരി 100 പേരെ പിടിക്കുമ്പോ 78 പേര് ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ് എങ്കിൽ കേരളത്തിൽ 100 പേർ പിടിക്കപ്പെടുമ്പോ 98 പേരും ശിക്ഷിക്കപ്പെടുന്നു എന്ന സവിശേഷമായ സാഹചര്യം കേരളത്തിലുണ്ട്. എന്നാൽ 100 പേരെ പിടിക്കുന്നത് നമ്മൾ 100 പേരുണ്ടാകാൻ പാടില്ല എന്നതാണ് കേരളത്തിലെ സർക്കാരിന്റെയും കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഒരാളെ പോലും പിടിക്കാനുണ്ടാകാത്ത വിധത്തിൽ കേരളത്തിൽ ലഹരി മരുന്ന് വിൽക്കുന്നവരുടെയും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെയും കേന്ദ്രങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ രാജ്യത്തിനകത്തെ, നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ, മാതാപിതാക്കളുടെ, അച്ഛന്മാരുടെ മനസ്സിലെ ഇതിനെ കുറിച്ച് ഓർത്തിട്ടുള്ള തീ അണയ്ക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഗ്രാമങ്ങളെ എല്ലാം ലഹരി വിമുക്തമായ, സമ്പദ് സമൃദ്ധമായ, ഐശ്വര്യപൂർണമായ ഒരു നാടാക്കി നമ്മുടെ ഗ്രാമങ്ങളെ മാറ്റിയെടുക്കണം. നമ്മുടെ നാടിന്റെ കൗമാര യൗവനങ്ങളെ ശാരീരികമായും മാനസികമായും തളർക്കുകയും തകർക്കുകയും ചെയ്യുന്ന മാരകമായ മയക്കുമരുന്ന്, അതിനെതിരായി, ആ മാഫിയ സംഘത്തിനെതിരായി വലിയ പ്രതിഷേധമാണ് നമ്മുടെ നാടിൽ അലയടിക്കുന്നത്. ലഹരിക്ക് അടിമപ്പെടുന്ന കൗമാര യൗവനങ്ങൾ അവരുടെ കഴിവും ഊർജവും നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ഉപയോഗിക്കേണ്ടതിനു പകരം അവരാകെ നാട്ടിൽ അസ്വസ്ഥത പടർത്തുകയാണ് ചെയ്യുന്നത്. അവർ ജീവിക്കുന്ന കുടുംബങ്ങളിൽ, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അവരുടെയെല്ലാം പ്രതീക്ഷകളെ തകർത്തുകൊണ്ടാണ് കൗമാര യൗവനങ്ങളിൽ ചിലർ മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ പിടിയിൽ അകപ്പെട്ട് അവര് നാടിന് വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നവരായി, നാടില് മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ തീ പടർത്തുന്നവരായി, പ്രതീക്ഷ തകർക്കുന്നവരായി മാറിയത്. പല സാഹചര്യങ്ങളിലാണ് നമ്മുടെ നാട്ടിൽ കൗമാര യൗവനങ്ങൾ ഇത്തരം ലഹരി മാഫിയ സംഘങ്ങളുടെ വലയിലേക്ക് ചെന്നുപെടുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തികമായ അസമത്വം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കൂടിക്കൂടി വരികയാണ്. ഈ സാമ്പത്തിക അസമത്വം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് അതിന്റെ ഭാഗമായി അതിരൂക്ഷമായ തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് അനുഭവപ്പെടുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം കേരളത്തിലുണ്ടാകാം.
പക്ഷേ ഇന്ത്യയെ മൊത്തത്തിലെടുത്ത് നാം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് വളർന്നു വരുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ രാജ്യത്തിനകത്തെ കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ കൂടിക്കൂടി വരികയാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ ഒക്കെ തന്നെയാണ്. ഇതിനെ മറികടക്കാനാണ് നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാർ ഈ ലഹരി ഉപയോഗത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ലെങ്കിലും കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന തരത്തിൽ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. സഹോദരന്മാരെ, രക്ഷകർത്താക്കളെ, ഇത് നമ്മുടെ നാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്തിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രസ്ഥാനം എന്ന നിലയിൽ വൈപ്പിൻകരയിൽ ഇതിനെതിരായിട്ടുള്ള ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസത്തോളമായി വൈപ്പിൻകരയിലെ പൊതുപ്രസ്ഥാനവും ഇവിടുത്തെ റെസിഡൻസിന്റെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും പ്രമുഖരായ സിപ്പി, പള്ളിപ്പുറം മാസ്റ്റർ പോലെയുള്ള പ്രമുഖരായ സാംസ്കാരിക നായകന്മാരുൾപ്പെടെ ഒട്ടനവധി മനുഷ്യ സ്നേഹികൾ നേതൃത്വം കൊടുത്ത ഒന്നാം ഘട്ട ക്യാമ്പയിനാണ് ഇന്ന് ഈ മനുഷ്യ ശൃംഖലയിലൂടെ ഇവിടെ സമാപിക്കുന്നത്. ഇനി ഇവിടെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് ഇവിടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഈ ക്യാമ്പയിനിൽ നമ്മൾ വൈപ്പിൻകരയിൽ 1000-ഓളം വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ നമ്മുടെ കരയിൽ ജനങ്ങളുടെ മനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടി വലിയ മുന്നൊരുക്കം തന്നെ നമ്മുടെ ഈ സംഘാടക സമിതിക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടുമുറ്റ സദസ്സുകൾക്ക് പുറമെ നമ്മുടെ വൈപ്പിൻകരയിലെ എല്ലാ വാർഡുകളിലും ഇതിന്റെ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് ഒട്ടേറെ അനുബന്ധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അത് കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയും യുവജനങ്ങളെ ഈ പരിപാടികളോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി സ്പോർട്സ് രംഗത്തായാലും മറ്റനുബന്ധ പരിപാടികളും സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ വനിതകൾ അവർ സംഘടിച്ചുകൊണ്ട് നമ്മുടെ ചെറായി ഗൗരീശ്വര മൈതാനത്ത് മഹിളാ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവായ ശ്രീമതി ടീച്ചർ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ കലാകാരന്മാർ പങ്കെടുത്ത്, ചിത്രകാരന്മാർ പങ്കെടുത്ത് ജനകീയ ക്യാൻവാസ് സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കുട്ടികളുടെ കലാജാഥ, അങ്ങനെ ഒട്ടേറെ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ CPIM ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് രൂപം കൊടുക്കുന്നത്.